മരങ്ങൾ വളഞ്ഞു വളരുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. എന്നാൽ ഒരു വനമേഖലയിലെ മരങ്ങളെല്ലാം ഒരേ രീതിയിൽ വളഞ്ഞു വളർന്നാലോ? പോളണ്ടിലെ ഗ്രീഫിനോ നഗരത്തോട് ചേർന്നുള്ള ക്രൂക്കഡ് വനത്തിലെ മരങ്ങളാണ് ഇങ്ങനെ പ്രത്യേക രീതിയിൽ വളരുന്നത്. ഈ വനമേഖലയിലെ 400 പൈൻ മരങ്ങളുടെ താഴ്ഭാഗമാണ് പ്രത്യേക രീതിയിൽ വളഞ്ഞു കാണപ്പെടുന്നത്. ഈ വളവുകളെല്ലാം വടക്ക് ദിശയിലേക്കാണ് എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. വടക്ക് പടിഞ്ഞാറൻ പോളണ്ടിലെ പേരുകേട്ട ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായ ക്രൂക്കഡ് ഫോറസ്റ്റിലെ മരങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു കാണപ്പെടുന്നതെന്നതിന് കൃത്യമായ ഉത്തരം ലഭ്യമല്ല. 90 ഡിഗ്രി വളവുമായി നിൽക്കുന്ന മരങ്ങൾക്ക് പിന്നിലെ രഹസ്യം ഇതുവരെ ആർക്കും അറിയില്ലെന്നതാണ് സത്യം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ തകർന്നതാണ് ഈ നഗരം. അതിനാൽ തന്നെ വനപ്രദേശത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന തെളിവുകളൊന്നും ഇപ്പോൾ ലഭ്യമല്ല. 3 മുതൽ 9 വരെ അടി നീളത്തിൽ പുറത്തേക്ക് വളഞ്ഞവയാണ് പ്രദേശത്തെ ചില മരങ്ങൾ. ഇതേ രീതിയിൽ വളഞ്ഞ മരങ്ങൾ എല്ലായിടത്തും കാണാമെങ്കിലും ഒരേ രീതിയിൽ നട്ടുവളർത്തിയ പോലെ മരങ്ങൾ കാണപ്പെടുന്നു എന്നതാണ് ക്രൂക്കഡ് ഫോറസ്റ്റിനെ വേറിട്ടതാക്കുന്നത്. 1930കളിൽ നട്ടുവളർത്തിയവയാണ് ഈ പൈൻ മരങ്ങളെന്നാണ് കരുതുന്നത്. ഇതിൽ ഏറ്റവും ഉയരത്തിലുള്ള പൈൻ മരത്തിന് 50 അടി വരെ ഉയരം കണക്കാക്കുന്നു. മരങ്ങൾ നട്ട് 10 വർഷങ്ങൾക്കുള്ളിൽ തന്നെയാണ് മരങ്ങളിൽ വളവുകൾ കാണപ്പെട്ടതെന്നാണ് മരത്തിൽ നടത്തിയ പരിശോധനയിൽ തെളിഞ്ഞത്. മരങ്ങൾക്ക് ഏതെങ്കിലും ജനിതക വൈകല്യം സംഭവിച്ചതാണോ എന്നത് സംബന്ധിച്ചും പഠനങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഒരു പ്രദേശത്തെ 400ഓളം മരങ്ങൾ ഇത്തരത്തിൽ കാണപ്പെടുന്നതിനാൽ ചോദ്യങ്ങൾ പിന്നെയും ബാക്കി നിൽക്കുകയാണ്. കാനഡയിലെ വളഞ്ഞ മരങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞനായ വില്യം റംഫ്രേ ക്രൂക്കഡ് ഫോറസ്റ്റിനെ പറ്റിയും പഠനം നടത്തിയിരുന്നു. പക്ഷേ കൃത്യമായൊരു നിഗമനത്തിലെത്താനായില്ല. അന്തരീക്ഷത്തിൽ നിന്നുള്ള സ്വാധീനമാകാം ഇതിന് പിന്നിലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് അവർ എത്തിയത്. എന്നാൽ വീട്ടുപകരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയോ കപ്പൽ നിർമ്മാണത്തിനായോ കർഷകർ തന്നെ മരങ്ങൾ ഇത്തരത്തിൽ വളർത്തിയെടുത്തതാകാം എന്ന വാദമാണ് മറ്റൊന്ന്. തുടർന്ന് രണ്ടാം ലോക മഹായുദ്ധം വന്നതോടെ ഇവ ഈ രീതിയിൽ തന്നെ വളർന്നുവെന്നുമാണ് കരുതുന്നത്.